ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മാർക്കോ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ശനിയാഴ്ച മിന്നുന്ന പ്രകടനം തന്നെ സിനിമ കാഴ്ചവെക്കും എന്നുള്ളതാണ് സൂചനകൾ നൽകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ അത് സെക്കന്ദരാബാദിലുള്ള ഉച്ചയ്ക്കുള്ള ഷോയുടെയാണ്. രാവിലെ തന്നെ സിനിമയുടെ ഷോ എങ്ങനെയാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്നുള്ള ലെവലിൽ ഫ്രണ്ട് റോസും ഫ്രണ്ടിൽ ഉള്ള സൈഡിലുള്ള കുറച്ച് സീറ്റുകളും മാത്രമാണ് ബാക്കിയുള്ളത്. മികച്ച രീതിയിൽ തന്നെയുള്ള തിയേറ്റർ കൗണ്ടുകളും അതേപോലെയുള്ള ഷോ കൗണ്ടുകളുമാണ് നോർത്ത് ഇന്ത്യയിലും അതേപോലെ തന്നെ തെലുങ്കിലും സിനിമയ്ക്ക് ഇന്നും ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഇടിവ് മറികടന്നുകൊണ്ട് തന്നെ ഈ ഒരു ശനിയാഴ്ച മികച്ച രീതിയിൽ സിനിമ കുതിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം 60,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു ഫിഗറിലേക്ക് എത്താൻ നിങ്ങളുടെ സഹകരണവും ആവശ്യമാണ്. എന്തായാലും സിനിമ കുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഹിന്ദിയിൽ തമിഴിലും ഇന്ന് നമ്മൾ നല്ല ഒരു എക്സ്പെക്റ്റേഷനാണ്. പ്രത്യേകിച്ച് തെലുങ്കിലും ആ രീതിയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 21 ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഇടിവുണ്ടായിരുന്നു. നമുക്കറിയാം വ്യാഴം വെള്ളിയൊക്കെ വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇടിവുണ്ടെങ്കിൽ പോലും കേരളത്തിനോട് കിടപിടിക്കുന്ന തരത്തിൽ തന്നെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഹിന്ദിയിൽ കേരളത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. 3000-ന് മുകളിലുള്ള ഷോകളാണ് സിനിമയ്ക്കുള്ളത്. എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രം 40 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തമിഴിൽ നിന്ന് 20 ലക്ഷം രൂപയും തെലുങ്കിൽ നിന്ന് 15 ലക്ഷം രൂപയ്ക്കും മുകളിലാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്. ഹിന്ദിയിൽ നിന്ന് 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കഴിഞ്ഞ ദിവസത്തെയും ഇന്ത്യ കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. സിനിമ 30 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്ന ആ ഒരു ഫിഗറിലേക്ക് നമ്മൾ കാത്തിരിക്കുന്നു. എന്തായാലും ഞായറാഴ്ചയോടുകൂടി ആ ഒരു ഫിഗറിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇന്നും ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പിന്തുണ നമുക്ക് കാണാൻ കഴിയുന്നു. മലയാളത്തിൽ ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ ഏകദേശം ലഭിച്ചിരുന്നത് ഏറെക്കുറെ ഒരു 25-30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ഇന്നലത്തെ കളക്ഷൻ വന്നിരുന്നത്. 12% മാത്രമാണ് ഓക്യുപ്പൻസി ഉണ്ടായിരുന്നത്. ഇതുവരെ കേരളത്തിൽ നിന്ന് 2,17,000-ന് മുകളിലുള്ള ആളുകൾ കാണുകയും 45% ഓവറോൾ ആയിട്ടുള്ള സിനിമയുടെ ഓക്യുപ്പൻസി കാണുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം സിനിമ 47-49 കോടിക്ക് ഇടയിലാണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇപ്പോൾ പറയപ്പെടുന്നത്. ട്രാക്കേഴ്സ് തന്നെ 34 കോടിക്ക് മുകളിലേക്ക് എത്തി. അതായത് ഒരുമാതിരി കേരളത്തിൽ നിന്ന് നല്ല ലെവലിൽ ഓടിയ സിനിമകളുടെയൊക്കെ ട്രാക്കിംഗ് കളക്ഷൻ്റെ മുകളിലേക്ക് കയറുന്നു. ഇപ്പോൾ നമുക്കറിയാം 23-ാം ദിവസമാണ് സിനിമ ഓടുന്നത്. സിനിമ ഹിന്ദിയിൽ നല്ല ലെവലിലുള്ള ഒരു പുഷ് തന്നെയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. അതായത് ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ് ഒരു 75-90 ലക്ഷം രൂപ വരെയുള്ള കളക്ഷൻ. എന്താണേലും ആ റേഞ്ചിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. മോർണിംഗ് തന്നെ സിനിമ ആ റേഞ്ചിലേക്ക് പോകുന്നു. സിനിമ കഴിഞ്ഞ ദിവസങ്ങളിൽ 12 കോടിയും കടന്ന് 13 കോടിയിലേക്ക് ഹിന്ദിയിലേക്ക് എത്തി. ഇന്നത്തോടെ നമ്മൾ അത് 14 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ആദ്യ ദിനം നമ്മൾ ഓർക്കുന്നതാണ് വെറും 20 ലക്ഷം രൂപയ്ക്ക് നമ്മളിവിടെ കണ്ട ആദ്യ ആഴ്ചയാണെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നു 1 കോടിയും. അന്ന് ഒരു ചോദ്യമുണ്ടായിരുന്നു, സിനിമ 1 കോടി ടച്ച് ചെയ്യുമോ? അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു 10 കോടി കിട്ടിയാൽ വലിയ കാര്യമാണ്. 10 കോടിയും കഴിഞ്ഞപ്പോൾ 12 കോടിയും 13 കോടിയും കഴിഞ്ഞ് 15 കോടിയിലേക്ക് എത്തുന്നു. 20 കോടിയാണ് സിനിമയുടെ ഒരു ടാർഗറ്റ് ഹിന്ദിയിൽ നിന്ന്. അതെത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമ ആ റേഞ്ചിൽ തന്നെയാണ്. തെലുങ്കിൽ നിന്ന് പോലും സിനിമ 6 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള ആ ഒരു സന്തോഷകര വാർത്തയും തമിഴ്നാട്ടിൽ നിന്ന് 2 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്തയും. അതായത് ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് സിനിമ തമിഴ്നാട്ടിൽ നിന്നും 2 കോടിക്ക് മുകളിലേക്ക് എത്തും. ഒരുപക്ഷെ ഇന്ന് തന്നെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. 110 കോടിയും കഴിഞ്ഞ് സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ബുക്ക് മൈ ഷോയിലൂടെ സിനിമ റെക്കോർഡിട്ടിരിക്കുന്നു. 1.8 മില്യൺ ടിക്കറ്റ്സ് ആണ് ഓൾറെഡി സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻസ് ഒന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മികച്ച രീതിയിലാണ് സിനിമയുടെ ഓട്ടം. എന്നിരുന്നിട്ടും നമുക്കതിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസുകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അതായത് നമുക്ക് ഗംഭീരമാകുന്നതിനത് ഈ സിനിമയെ വിശേഷിപ്പിക്കാനുള്ളത് ഒരു റേറ്റഡ് മൂവിക്ക്, ഇത്രത്തോളം വയലൻസ് ഉള്ള മൂവിക്ക് ഇത്രത്തോളം ജനപിന്തുണ ലഭിക്കുമ്പോൾ അതൊരു ബെഞ്ച് മാർക്കായിട്ട് തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ ഇനി കൊറിയയിൽ റിലീസ് കിടക്കുന്നു. അവിടെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം 100-ന് മുകളിലുള്ള തിയേറ്ററുകളിലാണ് സിനിമയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. അതിഗംഭീരമായിട്ടുള്ള ആ ഒരു വരവിന് വേണ്ടി കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായും കൂടെ ഉണ്ടാവണം. ഗ്രേറ്റ് മീഡിയാസ്.